ഇന്നിപ്പോൾ ഈ A4 പേപ്പർ വെച്ചിട്ട് ഞാൻ ഇനിയിപ്പോൾ എന്താ ഉണ്ടാക്കാൻ പോകണമെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം. ടേബിളിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു ലാമ്പ് ഉണ്ടാക്കി വയ്ക്കാമല്ലോ അത് വെച്ചിട്ട്. അപ്പോൾ വായോ A4 എടുക്കുക, രണ്ടാക്കിയിട്ട് കട്ട് ചെയ്യുക, വീഡിയോയിൽ കണ്ട പോലെ ഒന്ന് മടക്കുക, പശ തേച്ചിട്ട് ഒന്ന് ഒട്ടിക്കുക. അങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ചതെല്ലാം കൂടി പശ തേച്ചിട്ട് ഒന്ന് ഒട്ടിച്ചിട്ടെടുക്കുക. അതിനുശേഷത്തിന് മേലേക്ക് ഒരു ഹോൾസ് ഇട്ട് കൊടുക്കുക. ആ ഹോൾസിൻ്റെ ഉള്ളിൽ കൂടെ കമ്പിയോ അല്ലെങ്കിൽ കയറോ ഉപയോഗിക്കാം. കമ്പി ആയിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കമ്പിയാണ് യൂസ് ചെയ്തത്. കമ്പി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കുക. അതിനുശേഷം കമ്പി റൗണ്ട് ഷേപ്പിലേക്ക് മാറ്റിയിട്ടെടുക്കുക. അതായത് ഏതെങ്കിലും റൗണ്ട് പാത്രത്തിൻ്റെയോ അല്ലെങ്കിൽ കുപ്പീൻ്റെയോ മേലെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ ഈ പേപ്പർ കാണുന്ന പോലെ ഒന്ന് ചെയ്തിട്ട് അതിൻ്റെ രണ്ടറ്റവും കൂടി പശ തേച്ചിട്ട് ഒന്ന് ഒട്ടിച്ചിട്ടെടുക്കുക. ഇപ്പോൾ അത് നമ്മളെ ലാമ്പിൻ്റെ മേലഭാഗം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ താഴെ ഭാഗം ഞാൻ എൻ്റെ കേടായ ഒരു ലൈറ്റിൻ്റെ റൗണ്ട് ലൈറ്റ് ഉണ്ടല്ലോ അതിൻ്റെ മേലേക്ക് പേപ്പർ വെച്ച് കവർ ചെയ്തിട്ട് ഇതൊന്നും ഇങ്ങനെ ആക്കി എടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച സാധനം ഇതുപോലെ ഒന്ന് അതിൻ്റെ മേലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതേ നമ്മുടെ ലാമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ലാമ്പ് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങളടുത്ത് ഈ ലൈറ്റ് ഇല്ല എന്നാണെങ്കിൽ പ്രശ്നമില്ല. അതിൻ്റെ അടിയിൽ കാർഡ്ബോർഡ് വെച്ചിട്ട് ഇതുപോലെ ബേസ് ഉണ്ടാക്കിയിട്ട് മുകളിൽ വല്ല സ്ട്രിങ് ലൈറ്റും വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.